ഹായ്, എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺട്രോൾ ഫ്ലോയിലെ ലൂപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയിട്ടായിരുന്നു. അതിൽ ഫോർ ലൂപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫോർ ലൂപ്പ്, അതായത് നെസ്റ്റഡ് ആയിട്ടുള്ള ഫോർ ലൂപ്പിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ വൈൽ ലൂപ്പിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ അവസാനത്തെ ലൂപ്പായിട്ടുള്ള റിപ്പീറ്റ് എന്ന് പറയുന്ന ലൂപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് ജനറലായിട്ടൊരു ലൂപ്പ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യം ഒരു എൻട്രി ഉണ്ടായിരിക്കും, അതിന് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. അതിൽ നമുക്ക് ലൂപ്പ് വേരിയബിൾസ് ഉണ്ടായിരിക്കണം. ആ ലൂപ്പ് വേരിയബിൾസിനെല്ലാം നമ്മൾ ഇനീഷ്യലായിട്ട് കുറച്ച് വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മളിൽ യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒരു കണ്ടീഷനാണ്, ടെസ്റ്റ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയും. ആ കണ്ടീഷനെ നമ്മൾ ലൂപ്പ് കണ്ടീഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ടെസ്റ്റ് കണ്ടീഷൻ എപ്പോഴെങ്കിലും ട്രൂ ആകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പിലോട്ട് പോകുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ടെസ്റ്റ് കണ്ടീഷനിലോട്ട് പോകുന്നു. അങ്ങനെ ആ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏതുവരെ? എപ്പോഴാണ് ഈ ടെസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആകുന്നത് അതുവരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇതാണ് ജനറലായിട്ട് നമ്മൾ ഒരു ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പിൽ ആദ്യം ഒരു എൻട്രി ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം ഐറ്റംസ് ഇൻ സീക്വൻസ് ആയിട്ടാണ്, അതായത് അതിലത്തെ എലമെൻറ്റ്സുകൾ നമ്മൾ സീക്വൻസ് ആയിട്ടാണ് നമ്മളതിൽ ഈ പറയുന്ന ഫോർ ലൂപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ആ സീക്വൻസിൽ അവസാനത്തെ ടേം എത്തിയിട്ടുണ്ടോ എന്നായിരിക്കും അവിടെ ചോദ്യം. ഓക്കെ, അതാണ് നമ്മൾ ലൂപ്പ് കണ്ടീഷൻ. എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അവസാനത്തെ നമ്പറിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോഡി ഓഫ് ദ ലൂപ്പിൻ്റെ ബോഡിയിലോട്ട് നമ്മൾ കടക്കുന്നു. ഓക്കെ, ഏതുവരെ നമ്മൾ നടത്തുന്നു? ഈ പറയുന്ന അവസാനത്തെ എലമെൻറ്റ് എത്തുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴെങ്കിലും ലാസ്റ്റ് എലമെൻറ്റിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വൈൽ ലൂപ്പായിരുന്നു. വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ എൻട്രിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഡയറക്റ്റ് ടെസ്റ്റ് കണ്ടീഷൻസിലോട്ടാണ് പോകുന്നത്. ഈ ടെസ്റ്റ് കണ്ടീഷൻ എന്നാണ് ലൂപ്പ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പിലോട്ടും, അത് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കേസ് വൈൽ ലൂപ്പും ഈ പറയുന്ന റിപ്പീറ്റ് ലൂപ്പിലുമാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ടെസ്റ്റ് കണ്ടീഷൻസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതേസമയം ഈ പറഞ്ഞ ഫോർ ലൂപ്പിൽ നമ്മൾക്ക് എപ്പോഴും ഒരു സീക്വൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ സീക്വൻസിൽ എല്ലാ എലമെൻറ്റും എത്തുന്നത് വരെ ആണ് ആ ലൂപ്പ് റൺ ചെയ്യുക. ആ സീക്വൻസിൽ പർട്ടിക്കുലർ എലമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ സീക്വൻസ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ലൂപ്പ് എക്സിറ്റ് ആവുകയാണ് ഫോർ ലൂപ്പിൽ സംഭവിക്കുന്നത്. അതേസമയം വൈൽ ലൂപ്പിലും അതുപോലെ തന്നെ റിപ്പീറ്റ് ലൂപ്പിലും നമുക്ക് ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാൻ സാധിക്കും. ആ ടെസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും. അത് ഫെയിൽ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ലൂപ്പ് അത് എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഇനി വൈലും ഈ പറയുന്ന റിപ്പീറ്റ് ലൂപ്പ് തമ്മിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇനീഷ്യലൈസേഷൻ എല്ലായിടത്തും സെയിം തന്നെയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നേരിട്ടിട്ട്, അതായത് റിപ്പീറ്റിൽ നേരിട്ടിട്ട് ബോഡി ഓഫ് ദി ലൂപ്പിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ലൂപ്പിൻ്റെ ബോഡിയിലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നില്ല, ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് എന്ത് ചെയ്യും? ഒരു തവണ നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് കിടക്കും. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് കണ്ടീഷൻ നോക്കുന്നത്. അതേസമയം വൈൽ ലൂപ്പ് ആയിരുന്നെങ്കിലോ ആദ്യം ടെസ്റ്റ് കണ്ടീഷൻ നോക്കും, പിന്നീടാണ് ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ ട്രൂ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പിലോട്ട് പോകുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ, ഈ കണ്ടീഷൻസ് ഫെയിൽ ആവുകയാണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് എന്ന് പറയുന്ന കമൻറ്റ് എക്സ്ട്രാ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഈ ലൂപ്പ് നമുക്കവിടെ അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബ്രേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ്, അതിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെയും നെക്സ്റ്റിൻ്റെയും ഒരു യൂസസ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കമൻറ്റ് വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് റിപ്പീറ്റഡ് ലൂപ്പിൽ നമുക്ക് ലൂപ്പ് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ ടെസ്റ്റ് കണ്ടീഷൻ കൊടുക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന റിപ്പീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ കൊടുക്കില്ല. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് കൺട്രോൾ ഫ്ലോയിൽ ഈഫ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ കൊണ്ടുവരുന്നത്. അതായത് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും ടെസ്റ്റ് കണ്ടീഷൻസ് നമുക്ക് ആ കമൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ സാധിക്കും. അതേസമയം റിപ്പീറ്റഡ്ലി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെപ്പോൾ അവസാനിപ്പിക്കണം എന്നൊന്നും നമുക്ക് ഒരിക്കലും റിപ്പീറ്റിൽ ഇൻബിൽഡായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ റിപ്പീറ്റിനെ നമ്മൾ ഈ പറയുന്നത് പോലെ ലൂപ്പായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് നമുക്ക് എപ്പോഴെങ്കിലും എക്സിറ്റ് വേണം.
ഈ എക്സിറ്റ് സംഭവിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ വേണം. ഈ കണ്ടീഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ഈ കണ്ടീഷൻ അവിടെ അസൈൻ ചെയ്യണം. ഈ കണ്ടീഷൻ അസൈൻ ചെയ്തിട്ട് ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈഫ് കണ്ടീഷൻ. ആ ഈഫ് കണ്ടീഷനിൽ ട്രൂ ആവുകയാണെങ്കിൽ നമുക്ക് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നോ, അതല്ലെങ്കിൽ ഫാൾസ് ആവുകയാണെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഫൈൻ. അതിനുശേഷം പിന്നെ നമുക്കിത് എപ്പോഴെങ്കിലും ഈ ലൂപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞ കമൻറ്റ് എക്സ്ട്രാ കൊടുത്താൽ മാത്രമാണ് ഈ റിപ്പീറ്റ് എന്ന് പറയുന്ന ലൂപ്പ് അവിടെ അവസാനിക്കുള്ളൂ. അപ്പോൾ റിപ്പീറ്റ് എന്ന് പറയുന്ന ലൂപ്പായി മാറണമെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനും വേണം, ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കണ്ടീഷനും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിപ്പീറ്റ് എന്ന് പറഞ്ഞ ലൂപ്പിനെ ലൂപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി 6 നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ബ്രേക്ക് എന്ന് പറയുന്ന ലൂപ്പ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്ന് നമുക്ക് ശ്രമിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന അതേ എക്സാമ്പിളോട്ട് ഞാൻ തിരിച്ചു വരികയാണ്. അതായത് ആദ്യത്തെ ഒരു 100 വേണ്ട 10 ഇൻറ്റീജേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യണം, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിനെ ഇനീഷ്യലൈസ് ചെയ്യണം എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എക്സിൻ്റെ വാല്യൂസ് എന്താണ് ഇവിടെ എടുക്കുന്നത്, 0 ആണ് കിടക്കുന്നത്. ഓക്കെ, ഇനി അതിന് ശേഷം ഞാൻ ഈ പറയുന്ന റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ യൂസ് ചെയ്തു. ഓക്കെ, റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് യൂസ് ചെയ്തിട്ട് കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് എക്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു വേരിയബിൾ ഉണ്ട്. അതിൽ ith പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ എന്ന് പറഞ്ഞൊരു വാല്യൂ ചൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണെന്ന് കമ്പ്യൂട്ടറിന് അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഐനെയും ഇനീഷ്യലൈസ് ചെയ്യണം. ഐ ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു, 1 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഐയുടെ വാല്യൂസ് അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കണം, ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ആവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഐയുടെ വാല്യൂന് ഇൻക്രിമെൻറ്റ് വരുള്ളൂ. അതാണ് ഫോർ ലൂപ്പ് നമ്മൾ വ്യത്യാസമായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കിത് എത്ര വരെ ചെയ്തുകൊണ്ടിരിക്കണം, നമുക്ക് ഇത് ഐയുടെ വാല്യൂ ഇതുവരെ 100 വരുന്ന അല്ലെങ്കിൽ 10 വരുന്ന വരെയാണ് നമുക്കിത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഈഫിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഐയുടെ വാല്യൂ, ഓക്കെ, ഐയുടെ വാല്യൂ എത്ര വരെ ആവണം, ഈ പറയുന്ന പോലെ 100ൽ കൂടുതലാണോ. ഓക്കെ, അപ്പോൾ 100ൽ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണത്, ഐയുടെ വാല്യൂ 101 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടതാണ് 100ൽ കൂടുതലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 100ൽ കൂടുതലാവുമ്പോൾ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ആവും. അല്ലാത്തപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഈ ലൂപ്പിലോട്ട് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കുന്ന കണ്ടീഷൻ. അതായത് ഇത് രണ്ടുമാണ് നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ്. ഇതാണ് നമ്മൾ ആദ്യം കൊടുത്തത്. അതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ എന്താ പറയുന്നത് കണ്ടീഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൽ ബ്രേക്കും കൂടി വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. ആദ്യം എക്സിന് 0 കൊടുത്തു, ഐക്ക് 1 കൊടുത്തു, റിപ്പീറ്റ് ലൂപ്പ് റൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം എക്സിൻ്റെ വാല്യൂസ് നോക്കുമ്പോൾ ഞാൻ 100 വരെ കൊടുത്ത കാരണമാണ് ഇവിടെ 1 മുതൽ 100 വരെയുള്ള വാല്യൂസ് വന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ 10 വരെയാണ് കൊടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിതിവിടെ റൺ ചെയ്തു നോക്കാം. അതിനുശേഷം എൻ്റെ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൺ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എക്സിൻ്റെ വാല്യൂ 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് ആയിട്ട് എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറയുന്ന എക്സിനൊരു ഇനീഷ്യലൈസേഷൻ കൊടുക്കണം, ഐക്ക് ഒരു ഇനീഷ്യലൈസേഷൻ കൊടുക്കണം, അതുമാത്രമല്ല ഐക്ക് ഇൻക്രിമെൻറ്റ് കൊടുക്കണം. ഇത് മൂന്നും മാനുവലായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, മാത്രമല്ല ഈ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണോ അതും നമുക്ക് ചെയ്യണം. ഇതേ കണ്ടീഷൻ ഞാൻ ഫോർ ലൂപ്പിൽ ചെയ്യുമ്പോൾ എങ്ങനെയാവും നമുക്കൊന്ന് ഓർത്ത് നോക്കി നോക്കാം. അതായത് ഞാൻ 4 എന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഐയുടെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് ആണ് വരുന്നത് നമ്മൾ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനവിടെ കൊടുക്കാൻ പോകുന്നത് എക്സ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഐ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ എനിക്ക് ഒരേ ഒരു ഇനീഷ്യലൈസേഷൻ മാത്രമേ വേണ്ടുള്ളൂ. എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് എന്ന് ആദ്യം കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ 10 വാല്യൂസ് എക്സിലോട്ട് സ്റ്റോർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ് ഈ ഒരു കോൺസെപ്റ്റിൽ. കാരണം ഇവിടെ നമ്മൾ ലൂപ്പിൽ യൂസ് ചെയ്യുന്ന ഐക്ക് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ന്യൂമറിക്കലി ആണ്, ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ഈ സീക്വൻസ് കംപ്ലീറ്റ് ആവുന്നവരെ 1 മുതൽ 10 വരെ ആകുന്നത് വരെ ഈ പ്രോഗ്രാം റൺ ചെയ്യും. ഓക്കെ, ഇനി ഇവിടുത്തെ കേസ് നോക്കി നോക്കൂ. ഇവിടെ ഐക്ക് 1 നമ്മൾ മാനുവലി കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഐക്ക് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റിൽ വരുന്നത് ഈ പറയുന്ന ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് നമ്മൾ മാനുവലി കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഇൻക്രിമെൻറ്റ് മാനുവലി കൊടുക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്തു കണ്ടീഷന് വേണ്ടിയിട്ട്. ഇവിടെ 10 വരെ റൺ ചെയ്യാവൂ എന്നുള്ളതും ഫോറിൽ ഇംപിൾട്ട് ആയിട്ട് വന്നു. ഓക്കെ, ഇനി ബ്രേക്ക് എന്ന് പറയുന്നത് മാനുവലി കൊടുക്കേണ്ടി വന്നു. ഇത് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യിക്കാൻ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, 10 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഫോർ എന്ന് പറഞ്ഞ ലൂപ്പ്. അതുകൊണ്ട് ഫോർ ലൂപ്പ് അതിന് കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ട്. പക്ഷേ മാനുവലി ആയിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ നമുക്ക് ബ്രേക്ക് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പം ബ്രേക്കിൻ്റെ കാരണം എന്ന് പറയാൻ കുറച്ചുകൂടി നല്ലത് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാം ഇംപിൾട്ട് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇത് ഇതിൻ്റെ രീതിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഈ റിപ്പീറ്റിൽ ഇതിൽ ഓരോ പ്രോസസ്സും നമുക്ക് ഫുൾ ഫ്രീഡം തരികയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ബ്രേക്ക് ചെയ്യിക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യിക്കാൻ സാധിക്കും, നമുക്ക് ഇഷ്ടമുള്ള ഇൻക്രിമെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നേരെ തിരിച്ച് ചിന്തിക്കുക. ഫോറിൽ ഇതെല്ലാം ഇംപിൾട്ട് ആയതുകൊണ്ട് അതിലൊരു മാനുവലി ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിന് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ റിപ്പീറ്റിൽ ഐയുടെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങണമെന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. നമുക്കൊരു വാല്യൂ ചൂസ് ചെയ്യാൻ സാധിക്കും. ഐയുടെ അവിടെ ഏത് കണ്ടീഷനാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഇൻറ്റീജേഴ്സ് 10 എന്ന് പറയുന്നത് ഇൻറ്റീജർ വാല്യൂ ആണ്. ഇൻറ്റീജർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേറെ എന്ത് കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്നത് എവിടെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ പറയുന്ന ഫോർ ലൂപ്പിൽ എപ്പോഴും നമുക്ക് ഇൻറ്റീജേഴ്സിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഇത് വൈൽ ലൂപ്പ് ആയിരുന്നുവെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എക്സിൻ്റെ വാല്യൂസ് ഞാൻ യൂഷ്വലി 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, വൈൽ എന്ന് പറയുന്നൊരു ലൂപ്പ് ഞാൻ എടുത്തു. ഓക്കെ, വൈൽ എന്ന് പറഞ്ഞ ലൂപ്പിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് കൊടുത്തു നമ്മൾ 10. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നിട്ട് എക്സ് ഓഫ് ഐ എന്ന് പറയുന്നത് ഞാൻ ഐ ആയിട്ട് ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് അവിടെ മാനുവലി കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു I+1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കി നോക്കാം. ഇത് റൺ ചെയ്ത് നോക്കി അതിൻ്റെ ശേഷം എൻ്റെ എക്സിൻ്റെ വാല്യൂസ് നോക്കി നോക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഇവിടെ എറർ വന്നിട്ടുണ്ട്. നോക്കാം എന്താണ് ഇവിടെ എറർ വന്നിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂസ് ഇവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് വാല്യൂസ് 0 ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, കാരണം ഇവിടെ ഇത് റൺ ചെയ്തു. ഐയുടെ വാല്യൂ I+1 എന്ന് കൊടുത്തു. പക്ഷേ ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ നമ്മൾ 1 എന്നുള്ളത് മാനുവലി ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൽ നിന്നും വൈൽ ലൂപ്പിൽ വരുന്ന വ്യത്യാസം. ഇത് തന്നെയാണ് കാരണം ഇവിടെ ഐയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ഞാൻ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കി. അപ്പോൾ എക്സിന് എന്ത് കിട്ടി, എനിക്ക് ഇൻക്രിമെൻറ്റ് കിട്ടി. കാരണം നേരത്തെ ഇവിടെ ഐയുടെ വാല്യൂടെ 10 എത്തി നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വീണ്ടും നോക്കുമ്പോൾ അത് 10 എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഫോർ ലൂപ്പിലെ ഞാൻ പറഞ്ഞുതരാം, 3 ലൂപ്പും കൂടി ഒരുമിച്ച് പറയുമ്പോൾ ഫോർ ലൂപ്പിൽ ഐയുടെ വാല്യൂ സ്റ്റാർട്ടിംഗ് വാല്യൂ ഏതാണെന്ന് പറയേണ്ട ആവശ്യം ഇല്ല. പക്ഷേ വൈലിലും അതേപോലെ തന്നെ റിപ്പീറ്റഡിലും ഈ സ്റ്റാർട്ടിംഗ് വാല്യൂ ഏതാണെന്ന് നമ്മൾ പറയണം. ഓക്കെ, ഫൈൻ. രണ്ടാമത്തെ കേസ് ഐയുടെ ഇൻക്രിമെൻറ്റ് ഐയുടെ കൂടെ 1 കൂടിയിട്ടാണ് വരുന്നത് എന്ന് ഫോറിൽ ഇംപിൾട്ടാണ്. അതേസമയം വൈലിൽ അത് ഇംപിൾട്ടല്ല, നമുക്ക് പറയാൻ പറ്റും. കൊണ്ടോ, അതേപോലെ തന്നെ റിപ്പീറ്റിലും അത് ഇംപിൾട്ട് അല്ല, നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ഫോർ ലൂപ്പിൽ അതുള്ളത് കൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയാം. അടുത്തൊരു കോൺസെപ്റ്റ് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് മാനുവലായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റുന്നു എന്നുകൊണ്ട് നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. നമുക്ക് അതിനനുസരിച്ചുള്ള എന്ത് വേണമെങ്കിലും അവിടെ മാനുവലായിട്ട് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കേസ് ഇനി ഐയുടെ വാല്യൂ 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, ഐയുടെ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കേസ് ഇത് ഈ പറയുന്ന ഫംഗ്ഷൻ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള കണ്ടീഷൻ. ഓക്കെ, ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലെ വൈലിൽ ഇങ്ങനെ നമുക്ക് മാനുവലി കൊടുക്കാൻ സാധിക്കും. ഫോർ ലൂപ്പിൽ അത് നമ്മൾ ഈ പറയുന്ന സീക്വൻസ് അവസാനിക്കുന്നവർക്ക് വെച്ച് നിർത്തണം. ഓക്കെ, അതേ പറ്റുള്ളൂ. വൈലിലും ഈ പറയുന്ന പോലെ റിപ്പീറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രോസസ്സ് എവിടെയാണ് അവസാനിക്കേണ്ടതെന്ന് നമുക്ക് മാനുവലി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ ഫോർ ലൂപ്പിൽ ഇംപിൾട്ടാണ്. ഏത്, ഐക്ക് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, ഐയുടെ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്, ഐ എവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. അതേസമയം ഈ 3 കാര്യങ്ങളും വൈലും എന്ന് പറയുന്ന ലൂപ്പിലും അതേപോലെ തന്നെ നമ്മുടെ റിപ്പീറ്റ് എന്ന് പറഞ്ഞ ലൂപ്പിലും ഇംപിൾട്ട് അല്ല, നമുക്ക് മാനുവലി കൊടുക്കാൻ സാധിക്കും. ഈ മാനുവലി കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 ലൂപ്പുകൾ തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ സീക്വൻസ് ആസച്ച് ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് ഫോർ ലൂപ്പ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സീക്വൻസ് സ്ഥാനത്ത് വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ റിപ്പീറ്റല്ലേ സാധിക്കുള്ളൂ, റിപ്പീറ്റും വൈലും വെച്ചാണ് അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഏത് യൂസ് ചെയ്യാൻ ശ്രമിക്കണം, റിപ്പീറ്റ് അല്ലെങ്കിൽ വൈൽ എന്ന് പറഞ്ഞ ലൂപ്പ് യൂസ് ചെയ്യാൻ സാധിക്കണം.
ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് ലൂപ്പ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് ഓരോ വീഡിയോസും കണ്ടിട്ട് ആ വീഡിയോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയമാണെങ്കിൽ ആ വീഡിയോനെ താഴെ ചോദിക്കാം. അതല്ലെങ്കിൽ തന്നെ ഈ എൻ്റെ യൂട്യൂബ് ചാനൽ, നമ്മുടെ മലയാളി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് അതല്ലാതെ തന്നെ ഒരു ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഡിസ്കഷൻസ് വെക്കാൻ ഡിസ്കഷൻ എന്നൊരു ബോക്സ് എടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് സംശയവും ആറും സ്റ്റാറ്റിസ്റ്റിക്സും റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് സംശയവും ചോദിച്ചാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.